जय गोपीनाथ वल्लभ गिरिवरधारी जय गोपीचना वल्लभ गिरिवरधारी यशोदानंदना व्रज जनरंजन यशोदानंदना व्रज जनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय गौरनिताय हरि बोल हरि बोल हरि बोल निताय गौर हरि जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम തത്സത് ഹരേ കൃഷ്ണ മറ്റൊരു ഭഗവത്ഗീത ചർച്ചയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗം, അതില് 22ാമത്തെ ശ്ലോകം. വളരെ പ്രശസ്തി ആർജിച്ച ഒരു ശ്ലോകമാണ്. എല്ലാ ആചാര്യന്മാരും അവരുടെ ക്ലാസ്സുകളിൽ മിക്കവാറും കോട്ട് ചെയ്യാറുള്ള ഒരു ശ്ലോകമാണ്. 22 9 22 അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. എന്റെ ദിവ്യ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. കൃഷ്ണാബോധമില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാനാകാത്ത പുത്തൻ ദിവസത്തിൽ 24 മണിക്കൂറും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു. അയാൾ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, മൈത്രീഭാവം, ആത്മസമർപ്പണം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ശുഭാവഹങ്ങളും ആത്മീയ പ്രഭാവങ്ങളുമായ ഈ കർമ്മങ്ങൾ ഭക്തനെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. പിന്നെ അയാൾക്ക് ഭഗവത് സമ്പർക്കത്തിൽ ഒഴികെ യാതൊന്നിനും ആഗ്രഹമുണ്ടാവില്ല. ആ ഭക്തന് ഭഗവത് സാമീപ്യം നിഷ്പ്രയാസം സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇതത്രേ യോഗം. കൃഷ്ണന്റെ കൃപാതിരേകത്താൽ അത്തരമൊരാൾക്ക് ഒരിക്കലും ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോരേണ്ടി വരില്ല. ക്ഷേമം എന്നതിന് ഭഗവാന്റെ കരുണാമയമായ രക്ഷയിൽ എന്നർത്ഥം. യോഗത്താൽ കൃഷ്ണാബോധം നേടാനുള്ള യത്നത്തിൽ ഭഗവാൻ ഭക്തനെ സഹായിക്കും. അങ്ങനെ കൃഷ്ണാബോധം ലഭിച്ച ശേഷം ക്ലേശപൂർണമായ
ബദ്ധമായ ജീവിതത്തിലേക്ക് വീണ്ടും വീഴാൻ ഇടവരുത്താതെ രക്ഷിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാർദ്ദനാശലാഖയാ ചക്ഷുരുന്മേലനം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासर गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദണ്ഡ നമസ്കാരം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഞാൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. അനന്യാ ചിന്തയന്തോ മാം യേ ജനാം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇതിൽ ഭാവാർത്ഥത്തില് പ്രഭുപാദ് ആദ്യം ഒരു വാക്ക് പറയുന്നുണ്ട്, ഒരു വരി. കൃഷ്ണാബോധമില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാനാകാത്ത ഭക്തൻ ദിവസത്തിൽ 24 മണിക്കൂറും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു. നമ്മളിൽ ആരാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്? കൃഷ്ണാബോധമില്ലാതെ ഒരു നിമിഷം പോലും ആകാത്ത ഭക്തൻ അല്ലെ? അതാണ് എന്താണ് നിത്യം അല്ലെങ്കിൽ എപ്പോഴും ഹരിയുടെ ചിന്തയിലിരിക്കണമെന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ വേണം. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. ഒരു നിമിഷം പോലും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തണം. എങ്കിലേ നമ്മളൊരു ഭക്തനായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം അഭിനയം മാത്രം. ഈ ശ്ലോകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെയധികം പ്രശസ്തിയുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തിനോടൊപ്പം തന്നെ ഒരു കഥയും അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. കഥയല്ല, നടന്ന സംഭവമാണ്. തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അതാണ് അതിന്റെ വളരെ കാതലായിട്ടുള്ള ഭാഗം. തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നെ അഭയം പ്രാപിക്കുന്ന ഭക്തന്മാരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്ത് നടത്തി കൊടുക്കും എന്ന് ഭഗവാൻ തന്നെ ഇവിടെ പറയുക. പക്ഷെ നമുക്ക് ഭഗവാനെ വിശ്വാസമില്ല. ഇനി എങ്ങാനും തെറ്റിച്ചാലോ, ഇനി ഭഗവാൻ അത് ചെയ്തു തന്നില്ലെങ്കിലോ, അല്ലെ, ഭഗവാൻ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള സംശയമാണ് നമുക്ക്, അല്ലെ? എപ്പോഴും നമുക്ക് ആ സംശയമാണ്. ഈ സംശയമാണ് നമ്മളിങ്ങനെ, അല്ലെ, കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ താഴോട്ടിടുന്നതല്ല ഈ സംശയമാണ്. ആ സംശയ രോഗം നമുക്ക് ഒരിക്കലും നല്ലതല്ല. അപ്പോ അതിലൊരു ഉദാഹരണം, ആ കഥ ഞാൻ പറയാം. ആദ്യം നമുക്ക് അതിൽ തൊട്ട് തുടങ്ങാം, അല്ലെ? ഒരിടത്ത് ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭിക്ഷയെടുത്താണ് ജീവിച്ചത്. ഭഗവാന്റെ ഭയങ്കര ഭക്തനായിരുന്നു. നമ്മുടെ കുചേലനെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു പേര് മറന്നു, കുചേലനെ പോലെ ഭക്തനായിരുന്നു. ഒരു ദിവസം ഭിക്ഷയെടുത്താണ്, അല്ലെ, ഒരു ദിവസം രാവിലെ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം വായിച്ചു. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അല്ലെ? അപ്പൊ ഭാര്യ വന്ന് പറഞ്ഞു, അങ്ങ് ഇവിടെ ഇത് വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇവിടെ കഞ്ഞി വെക്കാനോ വെള്ളം തിളപ്പിക്കാനായിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും പോയി കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകുന്നു. പട്ടിണിയാണ് മിക്കവാറും എല്ലാ ദിവസവും. ഒരു നേരമൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നാമം ജപിച്ച് നടക്കുക, മറ്റുള്ളവരെല്ലാം നാമം കേൾപ്പിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിത്യത്തൊഴിലഭ്യാസം, അല്ലെ? അപ്പൊ അതിനിടയിൽ 2-3 ദിവസം വീടുകളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ അരിയും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഭാര്യയെ കൊണ്ട് കൊടുക്കും. ഭാര്യ അത് കഞ്ഞിയാക്കി അല്ലെങ്കിൽ ചോറ് വെച്ച് അദ്ദേഹത്തിന് കൊടുക്കും, അല്ലെ? ഇതാണ് അവരുടെ ജീവിത മാർഗം. അപ്പോ ഈ ശ്ലോകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ അത് വന്ന് പറയുന്നത്, അല്ലെ? ചില ദിവസം ഒന്നും കിട്ടത്തില്ല. അദ്ദേഹം ഈ ശ്ലോകം വായിച്ചിട്ട് ചിന്തിച്ചു, ഞാൻ എന്നും ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഭഗവാൻ എന്നെ സഹായിക്കുന്നില്ല, അല്ലെ? യോഗക്ഷേമം വഹാമ്യഹം എന്നല്ലേ പറയുന്നത് ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ എന്താണ് എന്നെ തിരിഞ്ഞു നോക്കാത്തത്? എനിക്ക് ഒരു മേൽഗതി ഉണ്ടാവാത്തത് എന്താണ്, അല്ലെ? ഞാനിക്ക് ഈ ദരിദ്രം വിട്ട് തൊഴിയുന്നത് എന്നാണ് എന്ന് അദ്ദേഹം ആലോചിക്കാം, അല്ലെ? അദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നി, ദുഃഖം തോന്നി.
അത് ചിന്തിച്ചിട്ട്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ ഈ വരികളുടെ എന്നിട്ട് അദ്ദേഹത്തിന് സത്യം പറഞ്ഞ ദേഷ്യം വന്നിട്ട് ആ ആണി, നമ്മളെ ഓലയിൽ എഴുതുന്ന ഒരു ആണി ഉണ്ടല്ലോ, ആ ആണി എടുത്ത് യോഗക്ഷേമം വഹാമ്യഹം എന്ന് വരച്ച് എഴുതിയതിന്റെ അടിയിൽ 2 വര, ദേഷ്യം വന്ന് 2 വര വരച്ചു. അല്ലേ? വെറുതെ ഭഗവാൻ പറയുന്ന നമുക്കൊന്നും തരുന്നില്ല, ഇതൊക്കെ വെറുതെയാണ് എന്നുള്ള ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോയി അദ്ദേഹം. അല്ലെ? ഈ കഥ പലരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോ മറ്റൊരു വേർഷൻ ആയിരിക്കും അവർ കേട്ടത്. കാരണം നമ്മളെ ഈ എന്താണ്, ആധ്യാത്മികതയിൽ ഓരോ കഥയ്ക്കും പല തരത്തിലുള്ള വേർഷൻസ് ഉണ്ടാവും. അത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞാലും പ്രഭു ഗീതാ പാണ്ഡെ എന്നാണോ പേര്? അതെ അതെ അതെ. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു വേർഷൻ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. അതും ഒരു കഥ തന്നെയാണ്. കാരണം ഭഗവാന്റെ ഏത് എന്താണ് വേർഷൻ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ രീതിയിൽ നമ്മൾ നോക്കിയാൽ. അപ്പോ എന്താ ചെയ്തത്? എന്നിട്ട് ഈ വര, ആ ആണി കൊണ്ട് വരച്ചിട്ട് അദ്ദേഹം പുറത്തു പോയി, എന്തെങ്കിലും കിട്ടുമോ നോക്കാം, ഭാര്യ ഇവിടെ ഇരിക്കാനും സമ്മതിക്കില്ല, എങ്ങനെ ഓണോ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇത് വായിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ ഈ ബ്രാഹ്മണന്റെ പത്നി അങ്ങനെ ഇരിക്കുമ്പോ 2 കുട്ടികൾ, അല്ലെ, ഒരു കറുത്ത കുട്ടിയും ഒരു വെളുത്ത കുട്ടിയും എന്തൊക്കെയോ തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുക, നിറച്ച് വലിയൊരു കൊട്ടയിൽ ഇങ്ങനെ നിറച്ച് സാധനങ്ങൾ കൊണ്ടുവരും. സാധനം കൊണ്ടുവന്നിട്ട് വെളിയിൽ വന്നിട്ട് അമ്മേന്ന് വിളിച്ചു. അപ്പൊ എന്താ കുഞ്ഞുങ്ങളെ എന്ന് മാതാജി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടുത്തെ ഞങ്ങളുടെ ഗുരുനാഥൻ തന്നു വിട്ടതാണ്, ഇത് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു, അമ്മയെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് താഴെ വെച്ചു. അല്ലെ, താഴെ, എന്നാ പിന്നെ ഇങ്ങോട്ട് അകത്തോട്ട് വെച്ചോളൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് അകത്ത് വയ്പ്പിച്ചു. എന്നിട്ട് ശരി എന്നാ പിന്നെ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് ഈ 2 കുഞ്ഞുങ്ങളും തിരിഞ്ഞു നടക്കണം. തിരിഞ്ഞു നടക്കുമ്പോ ഈ മാതാജി കണ്ടു, അവരുടെ പുറകില് 2 വര. 2 വര എന്ന് പറഞ്ഞാല് ഈ അടിച്ചാല്, ഒയ്യോ നിങ്ങൾ ഇത് ആരെ ഉപദ്രവിച്ചത് നിങ്ങളെ? അത് ഞങ്ങള് പറഞ്ഞ കേൾക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ഗുരുനാഥൻ ഉപദ്രവിച്ചാണ്, അടിച്ചതാണെന്ന്. ഏയ്, എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, അദ്ദേഹം നല്ലൊരു സാത്വികനാണല്ലോ, അദ്ദേഹത്തിന് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ലമ്മേ, ഞങ്ങളെ അടിച്ചതാ. ദേ കണ്ടില്ലേ, രക്തം പൊളിഞ്ഞിട്ടുണ്ട് അവിടെ, ഇല്ലേ, അടിയുടെ ഇതില് എല്ലാം ഇങ്ങനെ വര പോലെ കിടക്കുന്നുണ്ട്. അയ്യോ, എന്റെ ഭർത്താവ് ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അദ്ദേഹത്തിന് എങ്ങനെ ഈ ഒരു ഇത് കാണിക്കാൻ പറ്റി? ഇത്രയും കാരുണ്യമില്ലാതെ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി? ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തായിരുന്നാലും ഞാൻ വന്നിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് മരുന്നൊക്കെ പുരട്ടി കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ പോവാണ് അമ്മേ, ഞങ്ങൾക്ക് താമസമായി, നമ്മൾ താമസിച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പെട്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ ബ്രാഹ്മണൻ വരുന്നു, അല്ലെ, വെറും കൈയോടെ വരികയാണ്. ഒന്നും കിട്ടിയില്ല, ഭിക്ഷയൊക്കെ ചോദിച്ചിട്ടും ആരും ഒന്നും കൊടുത്തില്ല. പക്ഷെ വീട്ടിൽ വന്ന് കയറിയപ്പോ അവിടെ എന്തോ ഒരു മഹാഭാരത യുദ്ധം നടന്നതുപോലെ ഉണ്ട്, അല്ലെ? മാതാജിയുടെ മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് ഇങ്ങനെ ഇരിക്കണം, ഒരു കുരങ്ങനെ പോലെ ഇരിക്കണം, അല്ലെ? എന്താ നിന്റെ മുഖം എന്തോ വല്ലാതിരിക്കുന്നത്? എന്നാലും നിങ്ങൾ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ദുഷ്ടത്തരം കാണിക്കാൻ പറ്റിയത്? നിങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എന്ത് പാവമാണ് ചെയ്തത്? അവരെന്ത് പാവം ചെയ്തിട്ടാണ് നിങ്ങൾ അങ്ങനെ അവരെ ഉപദ്രവിച്ചത്? കൊച്ചുകുട്ടികളല്ലേ, അവരെ ഉപദ്രവിക്കാം? നീ ഏത് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്? ഞാൻ ആരെ ഉപദ്രവിച്ചു എന്നാ പറയുന്നത്? നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റി? എനിക്കത് പറ്റുമോ? ഞാൻ അങ്ങനെ ഉപദ്രവിക്കാറില്ലല്ലോ ആരെയും എന്ന് പറഞ്ഞു. ഞാൻ കണ്ടതാണ് അവരുടെ പുറകില് അങ്ങനെ അടിച്ചതിന്റെ പാട് ഞാൻ കണ്ടതല്ലേ, എന്നിട്ട് അങ്ങ് കള്ളം പറയുവാണ് എന്നോട് എന്നൊക്കെ പറഞ്ഞ് ഇത് ഇങ്ങനെ താണ്ഡവമാടാൻ തുടങ്ങി, അല്ലേ? പെട്ടെന്ന് എന്തോ അദ്ദേഹത്തിന് ആ ഒരു ഉൾവിളി തോന്നുകയും ഓടിപ്പോയിട്ട് ഭഗവാനെ, എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ഇതാണ് നിങ്ങൾ കൊടുത്ത കുട്ടകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹം നോക്കിയപ്പോ നിറച്ച് പലവ്യഞ്ജനങ്ങളും എന്താണ് വെജിറ്റബിൾസും എല്ലാം, ഒരു മാസം കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്, അല്ലേ? കുറച്ച് ആഭരണങ്ങളും, ഇനി അത് ഒരു പക്ഷെ പൈസ കിട്ടില്ലെങ്കിൽ ഇത് വിറ്റിട്ടെങ്കിലും കുറച്ച് എല്ലാ കാര്യങ്ങളും ആ 2 കുട്ടയ്ക്കകത്തുണ്ട്. ഇനി കുറേ കാലത്തേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കാൻ പറ്റും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അമ്മ ചോദിക്കൂ, നിങ്ങളല്ലേ ഇത് കൊടുത്തു വിട്ടത്? ഞാൻ അറിഞ്ഞതേ ഇല്ല, ഞാൻ ഈ 2 കുട്ടികളെ കണ്ടിട്ടുമില്ല, ഞാൻ ഇങ്ങനെയുള്ള സാധനം കണ്ടിട്ടില്ല, ഞാൻ ആരെ ഇലവിലൊന്നും കൊടുത്തു വിട്ടിട്ടില്ല, നീ എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയത്.
പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ മനസ്സിൽ തോന്നിയിട്ട് അദ്ദേഹം ഓടിപ്പോയി ആ ഭഗവത്ഗീത മറിച്ചു നോക്കുക. അല്ലെ, അവിടെ എന്താ എഴുതിയിരിക്കണേ? അനന്യചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യായ നിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നോക്കുമ്പോ ഞാൻ നേരത്തെ വരച്ച 2 വര കാണാനില്ല. അതെവിടെ പോയി? കൃഷ്ണ, ഭഗവാനെ, അങ്ങാണോ എന്റെ വീട്ടിലേക്ക് എനിക്കുള്ള സാധനങ്ങളുമായിട്ട് വന്നത്? കൃഷ്ണ, കൃഷ്ണ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ഭഗവാൻ. അല്ലെ, എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയ പത്നി, നീ എത്രയോ ഭാഗ്യം ചെയ്തവളാണ്. ഞാൻ ഇത്രയും കാലം നാമം ജപിച്ചിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു നോക്ക് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഒന്നും ചെയ്യാതെ നിനക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി. വേറെ ആരുമല്ല വന്നത്, കൃഷ്ണ ബലരാമനാണ് വന്നിട്ട് പോയത്. അവരാണ് ഇതൊക്കെ വെച്ചിട്ട് പോയതെന്ന് നിനക്കതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥ. അല്ലെ, ഇത് നടന്ന സംഭവമാണ്. അപ്പോ ഭഗവാൻ നമ്മൾ വിളിച്ചാൽ തീർച്ചയായിട്ടും കേൾക്കും. ആ രീതിയിൽ വിളിക്കണമെന്നർത്ഥം. അല്ലെ, നമ്മൾ വിളിക്കുന്നത് വന്നാലോ അല്ലെങ്കിൽ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അല്ലെ, അത് പാടില്ല. നമ്മള് വളരെ ആത്മാർത്ഥമായിട്ട് വേണം ഭഗവാനെ വിളിക്കാൻ, എങ്കിലേ ഭഗവാൻ കേൾക്കത്തുള്ളൂ. ഭഗവാനല്ലാതെ നമുക്ക് വേറെ ആരും ഈ ലോകത്ത് നമ്മളെ സഹായിക്കാനായിട്ടില്ല. അല്ലെ, അപ്പോ അതാണ് ഈ കഥയുടെ ചുരുക്കം. എന്താണ്? ജീവേന സ്വരൂപേണ നിത്യേന. അല്ലെ, മായ. നമ്മളെല്ലാവരും മായാദാസന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അല്ലെ, നമ്മൾ എന്തായിട്ടാണ് ഇരിക്കേണ്ടത്? കൃഷ്ണദാസനായിട്ടാണ് ഇരിക്കേണ്ടത്. പക്ഷെ നമ്മളെല്ലാവരും മായയുടെ ദാസനായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെ, നമ്മൾ ഭഗവാന്റെ കാൽക്കല് നമ്മുടെ ജീവിതം അർപ്പിക്കണം. അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. എല്ലാം ഭഗവാൻ വിചാരിക്കുന്നത് പോലെ, എല്ലാം അങ്ങ് എന്താണോ വിചാരിക്കുന്നത് അതുപോലെ നടക്കട്ടെ ഭഗവാനെ. എനിക്ക് വിഷമമാണോ, സങ്കടമാണോ, ദുഃഖമാണോ, സന്തോഷമാണോ അങ്ങ് തരുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അങ്ങ് എന്ത് തന്നാലും ഞാൻ അത് സ്വീകരിച്ചോളാം എന്നുള്ള നിലയില് ഭഗവാനിന്റെ കംപ്ലീറ്റ് അങ്ങോട്ട് അർപ്പിക്കുക. അർപ്പിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നത് പോലെ ജീവിക്കുക, ഭഗവാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. ആനുകൂലേന കൃഷ്ണാനുശീലനമായി ജീവിക്കുക, പ്രതികൂലേന വർണ്ണനം. അല്ലെ, വർജിതം. ഭഗവാന് താല്പര്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടെന്നുള്ളൊരു ഉറച്ച ദൃഢവിശ്വാസം അല്ലെങ്കിൽ തീരുമാനം നമ്മൾ എടുക്കണം. എടുത്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോ ഭഗവാന്റെ കാൽക്കൽ നമ്മുടെ ജീവിതം അർപ്പിക്കണം എന്നതാണ് നമ്മുടെ പരമ ലക്ഷ്യം. അപ്പൊ എന്താണ്? ജീവേന സ്വരൂപേണ നിത്യേന കൃഷ്ണദാസ്. നമ്മൾ എന്താണ്? ജീവേന സ്വരൂപേണ നിത്യേന മായാദാസ്. അല്ലെ, അത് മാറ്റണം. അത് മാറ്റിയിട്ട് നിത്യേന കൃഷ്ണദാസ് ആക്കണം. അല്ലെ, അപ്പോ നമ്മള് മായാദാസും ഇന്ദ്രിയദാസും ആയത് കാരണം നമുക്ക് ഭഗവാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. കാരണം നാം ഭൗതിക വാഞ്ചകളിൽ പൂർണ്ണമായും മുങ്ങിത്താഴ്ന്നിരിക്കുക. നാം അങ്ങനെയുള്ള ഒരു എന്താണ് അന്ധകൂപത്തിലാണ് ജീവിക്കുന്നത്. അല്ലെ, ഒരു പൊട്ടക്കിണറില് എന്താ പറയാ, നമ്മള് ഒരു പൊട്ടക്കിണറില് ഒരാള് ഒരു കഥ പറയാം. ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുക. പെട്ടെന്ന് അദ്ദേഹം ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. അതായത് വള്ളിക്കാട് ഇങ്ങനെ കിടക്കുമായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ മരങ്ങൾ, ഈ ചെടികളുണ്ടല്ലോ, ചെടികൾ ഇങ്ങനെ അതിന്റെ മുകളിൽ മൂടിക്കിടന്ന് നമ്മൾ അറിയത്തില്ല. വഴിയാണെന്ന് പറഞ്ഞ് നമ്മൾ പതുക്കെ പതുക്കെ നടന്നങ്ങ് പോകും. തോന്നങ്ങ് താഴെ വീഴും. അല്ലേ, കാരണം ചെടിയുടെ വള്ളിയിൽ നമ്മളെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചെടി വള്ളിയെ പൊത്ത് അങ്ങ് നേരെ താഴ്ത്തും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പ്രത്യേകിച്ച് ഈ കാട്ടിൽ കൂടെയും അല്ലാത്ത വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എല്ലാവർക്കും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അല്ലേ, അപ്പോ പെട്ടെന്ന് അദ്ദേഹം പകുതി വഴിയിൽ എന്തോ ഈ ഈ ഈ ഈ കിണറ്റിന്റെ അകത്ത് ഈ എന്താണ് ആലിന്റെ ഒരു മരം, ചെറിയൊരു ചെടി, പക്ഷെ നല്ല വേര് താഴോട്ടിറങ്ങി. അതിൽ പുള്ളിക്കാരൻ ഒരു പിടി കിട്ടി. പിടിത്തം കിട്ടി അതിൽ തൂങ്ങിക്കിടക്കുക. അല്ലെ, അതിലങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ താഴോട്ട് നോക്കുമ്പോ അവിടെ എന്താ കാണുന്നത്? അവിടെ കുറെ ഘോര സർപ്പങ്ങൾ ഇങ്ങനെ ഈ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ, ഇത് ആരാ താഴോട്ട് വരുന്നത് നോക്കുവാണ് സർപ്പങ്ങൾ. കുഴഞ്ഞോ, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതുങ്ങൾ എന്നെ കൊന്നത്. അല്ലേ, എന്നാ പിന്നെ പതുക്കെ മുകളിലോട്ട് കയറാന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കിയപ്പോ കാണാൻ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആരെന്നറിയാമോ? ഒരു പുലി. ഒരു പുലി ഇനി കയറി വരുമ്പോ ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിൽക്കുക.
അല്ലെ? അപ്പോ താഴോട്ട് പോയാൽ പാമ്പ്, മുകളിലോട്ട് പോയാൽ പുലി. ഇനി എന്തോ ഈ ഏഹ് അല്ലെ? പെട്ടെന്ന് നമ്മൾ ആ വള്ളിച്ചെടിയുടെ മുകളിൽ കുറെ തേൻ കൂടുണ്ടായിരുന്നു. ആ തേൻ കൂട് ഇങ്ങനെ ഇദ്ദേഹം താഴോട്ട് വന്നപ്പോ ഈ തേൻ കൂട് ഒലഞ്ഞു. അതിൽ നിന്ന് തേൻ ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റിറ്റ് വരുന്നുണ്ട്, അല്ലേ? അപ്പൊ താഴോട്ട് നോക്കി എന്താണ്? ഘോര സർപ്പങ്ങൾ. മുകളിലോട്ട് നോക്കി എന്താണ്? പുലിയും. താഴോട്ടും പോകാൻ പറ്റില്ല, മുകളിലോട്ടും പോകാൻ പറ്റില്ല. എന്തായിരുന്നാലും മരണം ഉറപ്പായി. ആ ലെവലിൽ അങ്ങനെ പിടിച്ചിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുവാണ്. ഇതെങ്ങാനും വേരെങ്ങാനും പൊട്ടിയാൽ പൊത്തോളം താഴെ പോകും, തീർന്നു, ഇല്ലേ? പക്ഷെ ആലിന്റെ അതായത് നല്ല വേരുണ്ട്, എല്ലായിടത്തും ഇങ്ങനെ പോയി കിടക്കണമെന്ന് നല്ല ബലമുണ്ട്. ആ ബലത്തിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുവാണ്. അപ്പോഴാണ് ഈ തേൻ ഇങ്ങനെ ഉറ്റു വരുന്നത്, അല്ലെ? തേൻ ഇങ്ങനെ ഉറ്റതാ ഇവിടെ വീണു, ഇവിടെ വീണിട്ട് ദാ ഇങ്ങനെ വരികയാണ്. അപ്പൊ നക്കി കുടിക്കുവാണ്, അല്ലേ? തേൻ അങ്ങോട്ട് നക്കി കുടിച്ചു. ആ, നല്ല രുചിയുണ്ട്, അല്ലേ? അപ്പൊ ദേ അപ്പുറത്തൂടെ ഒരു തേൻ പോണ ഇങ്ങനെ നടക്കും. അപ്പൊ ഇപ്പുറത്തൂടെ ഒരു ഇങ്ങനെ. ഇപ്പൊ ഈ താഴെ നോക്കിയാൽ എന്താണ്, മുകളിൽ നോക്കിയാൽ എന്താണ്? അതിനിടയിലാണ് ഈ ആസ്വാദനം, അല്ലേ? തേന് നല്ല രുചിയാ. ഏഹ് തേൻ അങ്ങനെ നക്കി കുടിച്ച് ഇതങ്ങ് മറന്നുപോയി, അല്ലെ? താഴെ ഉള്ളത് മുകളിലുള്ളത് മറന്നുപോയി, അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ ഭൗതിക എന്താണ് ലോകത്ത് ജീവിക്കുമ്പോൾ താഴെയുള്ള പാമ്പിനെയും മുകളിലുള്ള പുലിയെയും മറന്ന്, അല്ലെ? ഏഹ് എന്താണ് ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ അലഞ്ഞു നടക്കുകയാണ്. ഇതാണ് നമുക്ക് ഈ ഭൂലോകത്ത് കിട്ടുന്ന സുഖം എന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ നേരത്തെ പറഞ്ഞത്, എന്റെ കുഞ്ഞെ നീ പോവരുത്. അവിടെ ശാശ്വതമല്ല. എന്താണ്? ദുഃഖാലയം അശാശ്വതമാണ്, അല്ലെ? അവിടെ ദുഃഖാലയമാണ്. ഇത് ഭൂമി ദേവി എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞ ദുഃഖാലയമാണ്. ഇത് അശാശ്വതമാണ്, ശാശ്വതമല്ല എന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിനിടയിലാണ് നമ്മൾ ഇവിടെയുള്ള സുഖങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. കിട്ടുവോ? എവിടെ കിട്ടാൻ? ഇവിടെ ഉള്ളതല്ലേ കിട്ടുന്നത്, അല്ലേ? പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ തേൻ തുള്ളി ഇങ്ങനെ നമ്മളെ നാട്ടിൽ ഒരു തുള്ളിയായിട്ട് വരുമ്പോ നമ്മൾ വിചാരിക്കും, ആഹാ, ഇതാണ് ജീവിതം, ഇതാണ് സുഖം. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്, ഭൗതികരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്, അല്ലെ? ജീവിതം വളരെ തുച്ഛമാണ്, വളരെ ചെറുതാണ്, മാക്സിമം എൻജോയ് ചെയ്യുക, എന്നിട്ട് മരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ, അതോടുകൂടി തീർന്നല്ലോ എന്നാണ് അവരുടെ കാൽക്കുലേഷൻ, അല്ലെ? എന്നാണ് അവരുടെ സ്തോത്രം. ഉം. അപ്പൊ അത് കേട്ട് നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാല് നമ്മളും കൂടെ താഴെ പോകുന്നുള്ളതല്ലാതെ. അതാണ്. എന്നാൽ തേൻ പൂർണ്ണമായി നമുക്ക് കിട്ടുന്നുണ്ടോ? അതുമില്ല. കൈവിടാൻ താഴെ പോവുകയും ചെയ്യും, അല്ലെ? കൈവിട്ടാൽ താഴെ പോവുകയും ചെയ്യും. മുകളിൽ കയറിയാലോ പുലി തിന്നുകയും ചെയ്യും. അപ്പൊ പുലി ഉടനെ ഒരു പ്രാർത്ഥനയൊക്കെ പറയും, അല്ലെ? മഹാപ്രസാദേ ഗോവിന്ദേ നമോ ബ്രാഹ്മണി ദേവതേ, അല്ലെ? അതായത് എന്താണ്, എന്റെ പ്രസാദം ദേ എന്റെ ഫ്രണ്ടിൽ വന്നിപ്പോണ്ട്. അതുകൊണ്ട് പുലി അവിടെ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുവാണ്, അല്ലെ? ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ എല്ലാവരുടെയും ബദ്ധജീവാത്മാക്കളുടെ അവസ്ഥ. ഇത്, അല്ലെ, നമ്മൾ ആരും ഓർക്കുന്നില്ല. ഓരോ ദിവസവും നമ്മള്, അല്ലെ, എന്താണ് ആ, ആത്മവിശ്വാസത്തിൽ കഴിയുമെന്ന്, അല്ലെ? ഈ ഈ അന്ധകൂടത്തിൽ കഴിയുമ്പോൾ മായയുമായി നാം 365 ദിവസവും ഇഴുകിച്ചേരുക, യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ജയിക്കുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല, അല്ലെ? ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് നമ്മൾ ആരും ഓർക്കുന്നില്ല. അപ്പോ നമ്മൾ ഈ അന്ധകൂടത്തിൽ, അന്ധകൂപത്തിൽ എന്താണ് ഇങ്ങനെ ആ, 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 അലഞ്ഞു തിരിയുകയാണെന്ന് അർത്ഥം. അതായത് നമ്മൾ സുഖങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്ന് അർത്ഥം. നമുക്കത് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഇവിടെ ഉള്ളതല്ലേ കിട്ടത്തുള്ളൂ. ഇല്ലാത്തത് എങ്ങനെ കിട്ടും, അല്ലേ? നമ്മെ നേരെ നയിക്കാനായി ഒരു കമാൻഡർ, അതാണ് ആധ്യാത്മിക ഗുരുകൾ. അപ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിൽ മാത്രമേ നമുക്ക് നേരായിട്ടുള്ള വഴി നമുക്ക് കിട്ടത്തുള്ളൂ. ഭഗവാന്റെ ദാസനായി ജീവിക്കണമെങ്കിൽ ഈ എന്താണ് ഭഗവത് അംശമായ എന്താണ് ഈ ഭഗവത് സാഗരം, ഈ ഭഗ എന്താണ് ഈ ഭവസാഗരം മറികടക്കാൻ നിസ്സാരമായി, അല്ലെ, ആരുണ്ടെങ്കിൽ ഒരു ആത്മീയ ഗുരു ഉണ്ടെങ്കിൽ, അല്ലെ, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമുക്ക് വളരെ പ്രയാസമില്ലാതെ നമുക്ക് പെട്ടെന്ന് ആ, ചാടി കടക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്താൽ. ഉം. ഈ ഭൗതിക ലോകത്തിലെ മാരക രോഗമാണ് ജന്മമൃത്യു ജരാവ്യാധി. ആകപ്പാടെ ഒരേ ഒരു അസുഖമേ ഉള്ളൂ, അതെന്താണ്? ജന്മ മൃത്യു ജരാവ്യാധി, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനു ദർശനം എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ജനനവും മരണവും വാർദ്ധക്യവും, അല്ലെ? പിന്നെ അതിനിടയിൽ ഒരു ഇച്ചിരി സുഖവും ദുഃഖവുമാണ്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഓപ്പൺ ജയിലാണ്, അല്ലെ? പക്ഷെ നമുക്ക് ഇരുമ്പഴിയൊന്നും കാണത്തില്ല. ഉം. കാവൽക്കാരനും കാണില്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? പട്ടാളമില്ല, പോലീസില്ല, തുറന്ന ജയിലാണ്. പക്ഷെ ജയിലാണ്, അല്ലെ? പക്ഷെ ഒരു വാർഡൻ ഉണ്ട്. ആരാണെന്നറിയാം വാർഡൻ?
ജയിൽ വാർഡൻ അതാണ് ദുർഗാദേവി, അല്ലെ, മായാദേവി. മായ എന്ന് പറയും. ഈ ഈ എന്താണ് ഈ മായയിൽ അടിപ്പെട്ട് കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ. ഭഗവാനെ മറന്ന് ജീവിക്കുക. ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ആന്റിബയോട്ടിക്സ് കഴിച്ചാലേ പറ്റുള്ളൂ, അല്ലെ. ആ ആന്റിബയോട്ടിക്സ് ആണ്. എന്താണ് ആന്റിബയോട്ടിക്സ്? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ആന്റിബയോട്ടിക്സ്? ഈ ലോകത്തിൽ നിന്ന്, ഈ ഭവസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ആന്റിബയോട്ടിക്സ്. നമുക്ക് ചുമയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക്സ് എന്താ? വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ. ഈ ആന്റിബയോട്ടിക്സ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക, ഓരോ അസുഖം വരും, അല്ലെ. ഈ ഭവസാഗരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് കഴിക്കുന്നത് വഴി, അല്ലെ, ഭവരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, അല്ലെ. എന്താ പറഞ്ഞത്? ഹരേ നാമ, ഹരേ നാമ, ഹരേ നാമൈവ കേവലം ഫലവും നാസ്തൈവ 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 ഗതിരന്യത. മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴി. അവൻ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുക, അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇത് ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ അങ്ങോട്ട് കേട്ടാൽ മതി, അല്ലേ. അവിടെ നമ്മൾ അതിനകത്ത് കയറി റിസർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞത് എപ്പ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എവിടെ വെച്ചിട്ട് പറഞ്ഞു, അല്ലെ, അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമസ്കരിക്കുക, അത് അതുപോലെ ഫോളോ ചെയ്യുക. നമ്മുടെ ആചാര്യന്മാർ അത് പറഞ്ഞു തരുന്നുണ്ടോ? നമസ്കരിക്കുക, അത് അതുപോലെ ഫോളോ ചെയ്യുക. ഇത്രയേ വേണ്ടി. നമുക്കതിനുള്ള സമയമില്ല ഇതൊന്ന് റിസർച്ച് ചെയ്ത് നടക്കാനായിട്ട്. കാരണം ഒത്തിരി സമയം നമ്മൾ ഓൾറെഡി നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്നും ചെയ്തു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുക, അല്ലെ, ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താണ് ആ പട്ടാളത്തിൽ ചേരുക. ഈ കലിയുഗത്തിൽ മറ്റൊരു വഴിയുമില്ലെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ മയ്യർപ്പിത മനോബുദ്ധിർ മമേ വൈശ്യസ്യ സംശയ. സംശയം വേണ്ട. അതിനാൽ അർജുനോട് പറയണം, നമ്മളെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക, അതോടൊപ്പം തന്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. നമ്മുടെ ജോലികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്നും മാറ്റി വെച്ചിട്ട് ഒളിച്ചോടാനൊന്നും പറ്റത്തില്ല. ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നിയതകർമ്മം അത് കറക്റ്റായിട്ട് പാലിക്കുക. നമ്മുടെ കുടുംബത്തിനെ നോക്കുക, അല്ലെ. സ്വകർമ്മങ്ങളെല്ലാം, അല്ലെ, എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ, മനസ്സും ബുദ്ധിയുമെല്ലാം എന്നിൽ ഉറപ്പിച്ചും ഇരുന്നാൽ നീ എന്നെ പ്രാപിക്കും, അല്ലെ, സംശയമില്ല. അതാണ് ഈ അധ്യായത്തില് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തില് ആദ്യമായിട്ട് പ്രഭുപാദൻ നമ്മളോട് പറഞ്ഞത്, അല്ലെ. എന്താണ്? സദാ ഹരിയായിട്ടിരിക്കുകയാണ്, എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. ഏത് സാഹചര്യത്തിലും ഏത് പരിതസ്ഥിതിയിലും ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തിച്ച് കർമ്മഫലങ്ങൾ എല്ലാം എനിക്ക് അർപ്പിച്ച് ഭക്തിയുത സേവനത്തിൽ കൂടി ജീവിച്ച് ഭഗവാന്റെ ദാസനായി ജീവിച്ച് ഭഗവാന്റെ അടുക്കലെത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എത്രയും പെട്ടെന്ന് ഭഗവദ്ധാമത്തിലെത്തുക, ഗോലോക വൃന്ദാവനത്തിലെത്തുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അനന്യ ചിന്തയും തോന്നാം, അല്ലേ. അതാണ് അനന്യ ചിന്തയും തോമാം ഏ ജനാം പര്യുപാസതേ. മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല, അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ സ്വഗ്രഹം, എന്താണ് സ്വധാം, അല്ലെങ്കിൽ നമ്മളുടെ വീട് അതാണ്. നമ്മൾ തിരിച്ചെത്തേണ്ട വീട് അതാണ്. നമ്മളിപ്പോ വീട് വിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോയിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെ, തിരിച്ചു വരുമ്പോഴേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. വീട്ടിലെത്തിയല്ലോ, ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, അല്ലെ. ഇച്ചിരി അസുഖം വന്നാലും നമുക്ക് പ്രശ്നമില്ല, വീട്ടിലാണെങ്കിലോ എന്നുള്ളൊരു സമാധാനം. പക്ഷെ നമ്മൾ വെളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കംഫർട്ട് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മള് തിരിച്ചു വന്നാൽ നമ്മളെ കട്ടിൽ കിടക്കണം, അല്ലെ. നമ്മൾ എന്നും കിടന്നുറങ്ങണ കട്ടിൽ കിടന്നാലേ നമുക്കൊരു സമാധാനം വരൂ, അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നമ്മുടെ വീട് ഇവിടെ അല്ല. ഇവിടെയൊക്കെ നമ്മളെല്ലാവരും ഫോറിനേഴ്സ് ആണ് ഇവിടെ, അല്ലെ. നമ്മളിവിടെ എല്ലാവരും ഏലിയൻസ് ആണ്, മറ്റു ഗ്രഹവാസികളാണ് ഇവിടെ താമസിക്കുന്നവർ. നമ്മൾ എവിടെയുള്ളവരാ? ഗോലോക വൃന്ദാവനം എന്നുള്ള ആ ഗ്രഹത്തിലുള്ളവരാണ്. അവര് അവിടുന്ന് പുറപ്പെട്ട് താഴെ ഇവിടെ വന്ന് സുഖിക്കാൻ വന്നതാ, സന്തോഷിക്കാൻ വന്നതാ, അല്ലെ, ആനന്ദിക്കാൻ വന്നതാ, അല്ലെ. അപ്പൊ നമ്മൾ കുറച്ചു കാലത്തേക്കാണ് ഇവിടെ വിസ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നമ്മുടെ ധാമത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് പോകണം. നമ്മുടെ വീട്ടില് നമ്മുടെ കട്ടിലിൽ പോയി കിടന്നുറങ്ങണം, അല്ലെ. അതാണ് ഗോലോക വൃന്ദാവനം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നർത്ഥം, അല്ലെ. നമ്മൾ ആരാണെങ്കിലും സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുകയും സങ്കടം വരുമ്പോൾ ഭഗവാനെ വിളിച്ച് പാൽപായസം തരാമെന്ന് പറയുകയും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ മറക്കുകയും ചെയ്യും.
അല്ലെ? ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെല്ലാം പോയി എന്തെല്ലാം നേർന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ? ചിലരൊക്കെ കൊടുക്കും, ചിലർ കൊടുക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒത്തിരി കഥകൾ ഉണ്ടാവും. ഓരോ സ്ഥലത്ത് പോയി പറയുന്നതാണ്, അല്ലേ? ആലോചിക്കണം. അവരെയൊക്കെ പറഞ്ഞു പറ്റിച്ചു, അല്ലേ? ഏഹ് ഭഗവാന് പറ്റിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, അറിഞ്ഞോ അറിയാതെ. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ മറക്കുകയും ചെയ്യും, അല്ലെ? പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലേ ഞാൻ പറയുന്നില്ല എന്താണെന്ന്. എല്ലാരും പറഞ്ഞോളൂ. എന്നാലും കരുണാ എന്താണ് മയനായ ഭഗവാൻ സ്വന്തം കുഞ്ഞായ നമ്മളെ യാതൊരു പരിഭവവും കൂടാതെ സ്നേഹിക്കുന്നു, അല്ലേ? ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മള് പറയാണ്, എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ അമ്മയ്ക്ക് 10 പവന്റെ ഒരു മാല മേടിച്ചു തരും എന്നൊക്കെ നമ്മൾ കൊച്ചിലേക്ക് പറയും, അല്ലേ? പക്ഷേ നമ്മൾ ജോലി കിട്ടുമ്പോൾ തന്നെ നമുക്ക് പ്രാരാബ്ധമായി, പിന്നെ കല്യാണം കഴിക്കും, പിന്നെ ഭാര്യയായി മക്കളായി, പിന്നെ അമ്മയെ തിരിഞ്ഞു പോലും നോക്കത്തില്ല, അല്ലേ? കാര്യം ഭാര്യയ്ക്ക് മക്കളെ അമ്മയെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഓർക്കും, ജോലിയൊക്കെ കിട്ടുമ്പോൾ 10 പവന്റെ മാലയൊക്കെ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ കക്ഷിയാണ് അവൻ, ഭാര്യയെ കിട്ടിയപ്പോ എന്നെ മറന്നു എന്നൊക്കെ പറയുവൻ. പക്ഷെ എന്നാലും പോലും അത് ഉള്ളില് ഒതുക്കിയിട്ട് നമ്മളോട് സന്തോഷമായിട്ടേ പെരുമാറുള്ളൂ അമ്മ, അല്ലെ? അമ്മ എന്തെങ്കിലും പറയൂ, അമ്മ കുറ്റം പറയൂ? ഇല്ല, ഒരിക്കലും പറയാം. അമ്മയ്ക്ക് നമ്മുടെ സന്തോഷമാണല്ലേ വരുന്നത്. അതുപോലെയാണ് ഭഗവാൻ. ഇപ്പൊ ഈ ജന്മത്തിലെ നമ്മുടെ അമ്മയ്ക്ക് അത്രയും സ്നേഹമുണ്ടെങ്കിൽ, അത്രയും ലാളനയുണ്ടെങ്കിൽ, അത്രയും എന്താണ് കൃപയുണ്ടെങ്കിൽ, ഈ നമ്മുടെ പരംപിതാവായിട്ടുള്ള ഭഗവാന് എന്തുമാത്രം എന്താണ് മേഴ്സി ആയിരിക്കും നമ്മളോടൊപ്പം ഉള്ളത്, എന്തുമാത്രം സ്നേഹമായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാവുക, അല്ലെ? അപ്പോ ഭഗവാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ അങ്ങോട്ട് മറക്കും, അല്ലേ? അവൻ ഇതൊക്കെ തരാന്നൊക്കെ പറഞ്ഞു, ഇല്ല അവന്റെ ഇല്ലാത്തതുകൊണ്ടല്ലോ, കുഴപ്പമില്ല, എന്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നമ്മൾ ശ്രമിക്കും, അല്ലെ? ഈ ലോകത്ത് അദ്ദേഹത്തെ കൂടാതെ നമുക്ക് സ്നേഹം തരുന്ന മറ്റാരും തന്നെയില്ല. ഇപ്പോൾ നാം ആർക്കെങ്കിലും സഹായം ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യവും, അവരെ കൊണ്ട്, അല്ലെ, അവരെ കണ്ടിട്ട് ചിരിച്ചില്ലെങ്കിൽ അവർക്ക് ദേഷ്യവും. എന്നാൽ നാം ആരെയെങ്കിലും എന്താണ് കോടാനുകോടി ജന്മങ്ങളായി നാം ഭഗവാനെ, അല്ലെ, ആ, ആ, നാം എന്നാൽ നമുക്ക് കോടാനുകോടി ജന്മങ്ങളായി നാം ഭഗവാനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഭഗവാന് നമ്മളോട് ഒരു ദേഷ്യവുമില്ല, ഇല്ലേ? ഓരോ ജന്മം തരുമ്പോഴും ഭഗവാൻ പറയും, എന്റെ കുഞ്ഞെ, നീ ഇപ്പോഴെങ്കിലും എന്റെ അടുത്തേക്ക് വരണേ, നീ എന്റെ അടുത്തേക്ക് വരണേ, നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണേ, അല്ലെ? ഒരിക്കലും നമ്മൾ നോക്കിയിട്ടില്ല, കോടാനുകോടി ജന്മങ്ങളായി. എന്നിട്ടും ഭഗവാന് പരിഭവമില്ല. എപ്പോഴും ഓരോ ജന്മം തരുമ്പോഴും ഈ ജന്മത്തിൽ അവൻ എനിക്ക് എന്റെ അടുത്ത് വരുമായിരിക്കും, മനുഷ്യജന്മം തരുമ്പോൾ അവൻ എന്റെ അടുത്ത് വരുമായിരിക്കും എന്നുള്ള ഒരു താല്പര്യം, അല്ലെ, ഒരു 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 ആഗ്രഹം ഭഗവാനുണ്ട്, അല്ലെ? അപ്പൊ അതാണ് ഇപ്പൊ നമ്മള് ഭഗവാനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും ഭഗവാൻ നമ്മളോട് യാതൊരു ദേഷ്യവുമില്ല. അതാണ് ശാശ്വതമായ ബന്ധം. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ഉദാഹരണം, ഒരു മകൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി 3 ചോക്ലേറ്റ് വാങ്ങി. അതിൽ 2 എണ്ണം അവൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. ഒന്നിന്റെ പകുതി അച്ഛനും പകുതി അമ്മയ്ക്കും കൊടുത്തു. ഇത് കണ്ടിട്ട് അച്ഛൻ വളരെയധികം സന്തോഷിക്കും, അല്ലെ? എന്റെ മോൻ എനിക്ക് ചോക്ലേറ്റ് തന്നേ, എന്റെ മോൻ എനിക്ക് ചോക്ലേറ്റ് തന്നേ എന്ന് വിളിച്ചു പറയുകയും നടക്കുകയും ചെയ്യും, അല്ലെ? ഈ ഭൗതിക ലോകത്ത് എന്താണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം തന്നത് ആരാണ്? ഭഗവാനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. എന്നാൽ നാം ഭഗവാന്, അച്ഛന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലെ? നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തിരിച്ചു കൊടുക്കണമെന്ന്? അല്ലെ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും കൊടുത്തില്ല, അല്ലെ? ഒരു 10 രൂപയുടെ പൂ വാങ്ങി കൊടുത്താൽ ഭഗവാൻ ഭയങ്കര സന്തോഷമാണ്. ഭഗവാന് എന്തിന്റെങ്കിലും ആവശ്യമുണ്ടോ? കോടാനുകോടി ലക്ഷ്മിമാരാണ് അവിടെ റെഡിയായി നിൽക്കുന്നത്, അല്ലെ? ഭഗവാനെ സേവിക്കാനായിട്ട്. പക്ഷേ എന്റെ മോനോ എന്റെ മോളോ എനിക്ക് തന്നു എന്നുള്ളതിന്റെ സന്തോഷം അത് ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ എന്ത് നേരിച്ചാലും അത് പ്രസാദമായിട്ട് നമുക്ക് തന്നെ തിരികെ തരികയും ചെയ്യും, അല്ലെ? അവിടെയും നമുക്ക് ലാഭമാണ്. ഒന്നെടുത്താൽ 2 എണ്ണം ഫ്രീ എന്ന് പറയുന്നത് പോലെ, അല്ലെ? ഭഗവാന് ഓഫറിങ് ചെയ്തു, നമുക്കുള്ള പ്രസാദവുമായി. ഭഗവാൻ അത് മുഴുവൻ കഴിച്ചിട്ടില്ലല്ലോ, അല്ലെ? നല്ല ബാക്കി വെച്ചിരിക്കുമല്ലേ നമുക്ക് തരാനായിട്ട്. പിന്നെ അതാണ് ഒന്നെടുത്താൽ 2 ഫ്രീ എന്ന് പറയും, അല്ലെ? ഒന്ന്, ഭഗവാൻ ഭോഗം കഴിക്കുമ്പോൾ ഭഗവാൻ സന്തോഷമുണ്ട്. ആ പ്രസാദം കഴിക്കുമ്പോൾ നാം ശുദ്ധമാകുന്നു, അല്ലെ? കലിയുഗത്തിലെ ജീവാത്മാക്കൾ എപ്പോഴും ലാഭമാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെ? അവരെന്തെടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങാനാണ് പോയെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, എന്തോ ആയിക്കോട്ടെ, ഒന്നും പറഞ്ഞില്ല. ഒരു സാധനം പർട്ടിക്കുലർ ആയിട്ട് വാങ്ങിക്കാനാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോ 2 എണ്ണം ഒരുമിച്ച് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. 1.5 സാധനത്തിന്റെ പൈസ കൊടുത്താൽ മതി, 2 എണ്ണത്തിന്റെ പൈസ കൊടുക്കട്ടോ, 1.5 കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും?
കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒന്നര സാധനത്തിന്റെ 1.5 പൈസ കൊടുത്തിട്ട് ആ ഒരു സാധനം മേടിച്ചിട്ടു. നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കും, അല്ലേ? എന്നാലും നമ്മൾ ഈ 2 വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും, അല്ലേ? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ മറ്റേതെടുത്ത് വിളി കളയും, അയ്യ ചീത്തായി പോയെന്ന് പറഞ്ഞെടുത്തിട്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ജോലിയാണ്, ഒരു കാര്യം എന്നാൽ മറ്റൊന്നും ഉപയോഗമില്ല നമുക്ക്, അല്ലേ? അപ്പൊ അതാണ് ഭഗവാൻ വലിയ മോഷ്ടാവാണ്. ഗോപസ്ത്രീകളുടെ ഹൃദയം മോഷ്ടിച്ചു, അവരുടെ വെണ്ണ മോഷ്ടിച്ചു. ഒരു ഭക്തന്റെ ഹൃദയം ഭഗവാൻ മോഷ്ടിക്കും. അങ്ങനെയുള്ള ഭക്തൻ ഭഗവാനിൽ, അല്ലെ, പൂർണ്ണ ശരണാഗതി പ്രാപിക്കും. അങ്ങനെ ആകാനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഭവരോഗത്തിന്റെ ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പറയുന്നത്, അല്ലെ? എന്താണ് ആന്റിബയോട്ടിക്സ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. എങ്കിലേ നമുക്ക് മഹാപ്രഭുവിന്റെ കൃപ ഉണ്ടാകും. നിത്യാനന്ദ പ്രഭുവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ മഹാപ്രഭുവിന്റെ കൃപ ഉണ്ടാവും. ഗുരുവിന്റെ കൃപയുണ്ടെങ്കിലേ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാപ്രഭുവിന്റെയും കൃപയുണ്ടാവും. ആധ്യാത്മിക ഗുരുവിന്റെ കൃപയുണ്ടെങ്കിലേ നമുക്ക് ഭക്തിമാർഗത്തിൽ ഉയരാൻ കഴിയും. ഉണ്ടോ? ഇപ്പൊ മനസ്സിലായോ? അതൊരു ലിങ്കാണ്. നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ഒരു ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ഒരു ചേട്ടനുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ആ ചേച്ചി പോയി അമ്മയെ പോയി സോപ്പിട്ട്, ഓക്കെ ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് പറയും, ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അല്ലേ? അമ്മയെ സോപ്പിടും. അമ്മയെ ഒരുവിധം സോപ്പിട്ട് കഴിഞ്ഞാൽ, അമ്മ ഒരുവിധം തൃപ്തിയായി കഴിഞ്ഞാൽ അമ്മ പോയി അച്ഛനെ സോപ്പിടും, അല്ലേ? അച്ഛൻ അവസാനം തൃപ്തിയാകുമ്പത്തിന് അച്ഛൻ മേടിച്ചു കൊടുക്കും. നോക്കണേ ആ ലിങ്ക്. അതുപോലെയാണ് ഇവിടെ, അല്ലെ? നമുക്ക് ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാലേ ആധ്യാത്മിക ഗുരു പോയി അടുത്ത് പോയി പറയും, അല്ലെ? നമ്മുടെ നിത്യാനന്ദ പ്രഭുവിനോട് പറയും. നിത്യാനന്ദ പ്രഭു പോയി ഭഗവാനോട് മഹാപ്രഭുവിനോട് പറയും, അല്ലേ? അങ്ങനെയാണ് നമുക്ക് ആ കൃപ കിട്ടുക. അത് ഒരു ലൈനേജാണ്. ജ്ഞാനപ്പാറയിൽ പറയുന്നുണ്ട്. ജ്ഞാനപ്പാറയിൽ എന്താ പറയുന്നത്? ജ്ഞാനപ്പാറ എന്ന് പറയുന്നത് ശരിക്കും ഭഗവത്ഗീതയാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീത പറയുന്ന കാര്യങ്ങളെല്ലാം ജ്ഞാനപ്പാറയിലുണ്ട്. വളരെ ചുരുക്കിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എല്ലാ കാര്യവും അതിനകത്തുണ്ട്. രാവിലെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴാണ് കേൾക്കുന്നത് ജ്ഞാനപ്പാറ, അല്ലേ? ഇപ്പോഴും മാത്രമാണ് അത് കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ പറ്റും. അയ്യോ ഇത് തന്നെയാണല്ലോ ഈ പറയുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലണം. വളരെ സിമ്പിൾ ആയിട്ടാണ് അത് പറയുന്നത്. ഗുരുനാഥൻ ഗുണ ചെയ്യും സന്തതം, ഹരിനാമങ്ങൾ നാവിൽ മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ. കേട്ടിട്ടില്ലേ? എന്താ അവിടെ പറഞ്ഞ? ഗുരുനാഥൻ തുണ ചെയ്യും സന്തതം, ഹരിനാമം ഹരികൃഷ്ണ മഹാമന്ത്രം നാവിന്മേൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ നാവ് വിട്ട് പിരിയാൻ പാടില്ല, പിരിയാതിരിക്കണം, അല്ലെ? എങ്കിലേ മനുഷ്യജന്മം സഫലമാകുകയുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. കണ്ടോ? ഇത്രയും കാലം നമ്മളത് കേട്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് എല്ലാ കാര്യവുമുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും അതിനകത്ത്. ഇതെപ്പോ പറഞ്ഞതാ? അപ്പോ 2 കാലുള്ള മൃഗമാണോ 2 കാലുള്ള മനുഷ്യനാണോ, എന്തിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്? ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ യുദ്ധം ചെയ്യുക. അതുപോലെ നമുക്ക് മായയ്ക്കെതിരായി യുദ്ധം ചെയ്യുകയാണ്. മായയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുകയോ ആവാം, അല്ലെ? നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഭഗവാൻ തന്നിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കാം. ഈ വഴി തിരഞ്ഞെടുത്താൽ നിന്റെ ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. ഈ വഴി തിരഞ്ഞെടുത്താൽ നിനക്ക് ഭൗതികമായിട്ടുള്ള നേട്ടവും സുഖസൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യാം. അത് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലെ? ആ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യാത്മാവിനും, അല്ലെങ്കിൽ എല്ലാ ആത്മാവിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഭഗവാൻ സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യം ഭഗവാൻ ജീവാത്മാവിനും, അല്ലെ, ഒരു കടുമണിയോളം തന്നിട്ടുണ്ട്. ആ കടുമണി സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കൂട്ടിവെക്കുന്നത്, അല്ലെ? അതും വെച്ചിട്ടാണ് നാം ഈ സർക്കസ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എത്രയോ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലെ? ഭഗവാനെ സേവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ധർമ്മം. അപ്പോഴാണ് നാം പൂർണ്ണതയിലെത്തുന്നത്. അപ്പോഴാണ് നാം മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ നാം മൃഗമാണ്. മനുഷ്യനെ അല്ലെങ്കിൽ ഭഗവാനെ സേവിച്ചില്ലെങ്കിൽ നമ്മൾ എന്താണ്? മൃഗമാണ്, അല്ലെ? ഭഗവാന്റെ എല്ലാ കാര്യവും നമ്മൾ തിന്നു തീർക്കുകയും, അല്ലെ, എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഭഗവാനോട് ഒരു നന്ദി ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും മൃഗമാണ്. അപ്പോഴാണ് നാം മനുഷ്യനാകുന്നത്, അല്ലെ? അല്ലെങ്കിൽ നാം മൃഗമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, അല്ലെ? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതെല്ലാം മൃഗങ്ങളും ചെയ്യുന്നതാണ്. മൃഗങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. മൃഗങ്ങൾ ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങും.
അത് താഴെ കിടന്നുറങ്ങുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കട്ടിൽ കിടന്നുറങ്ങുന്നു. മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. അവര് എന്താണ് തറയിട്ട് കഴിക്കുന്നു, നമ്മള് പ്ലേറ്റിൽ വെച്ച് മേശപ്പുറത്ത് വെച്ച് കഴിക്കുന്നു. അല്ലേ? നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. മൃഗങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. അല്ലേ? നമ്മൾ ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പടയാണെന്ന് പറയും. അല്ലേ? നമ്മളും ചെയ്യുന്നുണ്ട് അതൊക്കെ. അപ്പോ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്തായി? നമ്മള് മൃഗങ്ങൾക്ക് തുല്യമാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് നമ്മളുടെ വ്യത്യാസം എന്താണ്? അല്ലേ? മൃഗങ്ങൾ പ്രത്യുൽപാദനം ചെയ്ത് നമ്മളും ചെയ്യും, നമ്മളും പ്രത്യുൽപാദിച്ചു. അല്ലെ? പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അല്ലെ? ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഈ മനുഷ്യന് മാത്രമാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഒരു മൃഗ ജീവിതത്തിനും അത് കൊടുത്തിട്ടില്ല. അല്ലെ? ചിന്തിക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? മനുഷ്യന് മാത്രമാണ്. അല്ലെ? അപ്പൊ ചിന്തിക്കണം, നാം ആരാണ്? നാം എവിടുന്ന് വന്നു? ഭഗവാൻ ആരാണ്? നമുക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ചെയ്യേണ്ട കടമ എന്താണ്? നമ്മുടെ ധർമ്മം എന്താണ്? എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളത് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം ഭഗവാൻ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വല്ല നാൽക്കാലിയായിട്ട് നോക്കിക്കൂടായിരുന്നാ? അല്ലേ? നമ്മൾ എത്രയോ ജന്മം അങ്ങനെ 4 കാലിൽ നടന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് 2 കാലിൽ നടക്കാനുള്ള അവസരം ഭഗവാൻ തന്നത്. ആ ആ അവസരം നമ്മൾ എന്ത് ചെയ്യണം? വളരെ എഫക്റ്റീവായിട്ട്, അല്ലേ, ശുഷ്കാന്തിയോടുകൂടി അത് നമ്മൾ എന്താണ് അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാന്റെ അഭ്യർത്ഥന. ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്. അല്ലേ? ഒരേ ഒരു വ്യത്യാസം, ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ്. ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള അറിവ് ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കൂ. ഞാൻ ഭഗവാന്റെ ആരാണ്? ദാസനാണ്. അതുകൊണ്ടാണ് പ്രഭുപാദ് നമ്മളോട് ആരെ കണ്ടാലും പ്രഭു 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 എന്ന് വിളിക്കാൻ പറഞ്ഞു. കാര്യം എന്താണ്? അങ്ങ് പ്രഭു ആണെങ്കിൽ ഞാൻ ആര്? അങ്ങ് മാസ്റ്റർ ആണെങ്കിൽ ഞാൻ ആര്? ഞാൻ ഒരു ജോലിക്കാരനാണ്, ഒരു വേലക്കാരനാണ്, ഒരു ദാസനാണ്, അങ്ങയുടെ ദാസനാണ്. അല്ലെ? ആ ഒരു ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് പ്രഭുപാദ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ പ്രഭു എന്ന് വിളിക്കണം. അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആ ഹ്യൂമിലിറ്റി ഉണ്ടാവും. അല്ലെ? ആ എളിമത്വം ഉണ്ടാവും. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മസിൽ പിടിച്ചിരിക്കത്തേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കത്തില്ല. ഭഗവാനെ ഞാൻ ഒരു വെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ, എനിക്ക് ഇത്രയൊക്കെ സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ ഒരു നെഗോഷിയേഷനാണ്, ഒരു ബിസിനസ്സാണ്. അല്ലെ? ഒരിക്കലും പാടില്ല. അത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ അത് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലെ? അപ്പൊ ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ്. ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള അറിവ് ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഈ മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമാണ്. അല്ലെ? ആദ്യമായിട്ട് മനസ്സിലാക്കി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് ചീത്ത വിളിക്കരുത്. എന്തിനാ ചീത്ത വിളിക്കുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കാണ് ചീത്ത വിളിക്കുന്നത്. ആരാണ് പൊടി പട്ടി കഴിവുള്ള ആളോട് ചീത്ത വിളിക്കുന്നത്? കൃഷ്ണ 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 ഇതാരാണിത്? കൃഷ്ണ അതൊന്ന് മ്യൂട്ട് സോറി ചെയ്യാമോ? പ്രഭു, ഹരേഷ്ണ തുടങ്ങിക്കോളൂ. അയ്യോ, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ, ഞാനിവിടെ അത് നിർത്തുക. വെയിറ്റിംഗ്. ഓക്കെ, ഹരേഷ്ണ കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ആഡ് ചെയ്യാൻ. ഹരേ കൃഷ്ണ. എല്ലാരും പോയോ? പ്രഭേ, ഹരേഷ്ണ പ്രഭു, നമുക്ക് ഇത്തവണ കൃഷ്ണ ജയന്തി എന്ന് നേരത്തെയാണല്ലോ പ്രഭു? 15, 16, 17. അതിൽ ആക്ച്വലി ഏത് ദിവസമാണ് പ്രഭു കൃഷ്ണ ജയന്തിയായിട്ട്? 15, 16, 16-ാം തീയതി. കേരളത്തിലെ ചിങ്ങമാസത്തിലല്ലേ? അപ്പൊ അടുത്ത മാസത്തിൽ സെപ്റ്റംബറിലാണല്ലോ, അതുകൊണ്ട് സാധാരണഗതിയില് അടുത്തടുത്ത് വരാറുണ്ട്. പക്ഷെ ഇപ്പോ ഒരു മാസം വ്യത്യാസമുണ്ട് കേരളവും നമ്മളുമായിട്ട്. ഇസ്കോണിന്റെ കാൽക്കുലേഷൻ ഡിഫറെന്റ്. കേരളത്തിൽ 14-നാണല്ലോ പ്രഭു, സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14, അതാണ് ഒരു മാസത്തെ വ്യത്യാസം വരുന്നത്. ചിലപ്പോ വളരെ ചുരുക്കം സമയത്താണ് അത് ഒരേ ദിവസം വരുന്നത്. നമ്മുടെ കാൽക്കുലേഷനും അവരുടെ കാൽക്കുലേഷനും ഒരുമിച്ചാവുന്നത് ഒരേ ദിവസം വന്ന് വളരെ ചുരുക്കം ദിവസങ്ങളിലാണ്. നമ്മുടെ കാൽക്കുലേഷനിൽ ഇപ്പൊ വരുന്നത് ജന്മാഷ്ടമി വരുന്നത് 16-നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് തിരുവനന്തപുരത്ത് 15, 16, 17 ആയിട്ടാണ് ആഘോഷിക്കുന്നത്. 17 എന്ന് പറയുന്നത് പ്രഭുപാദരുടെ ദിവസം, അല്ലെ? അതും നമ്മൾ ആഘോഷിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, അന്ന് അങ്ങനെ വ്രതം ഉണ്ടല്ലോ? അതെ,
ഹരേ കൃഷ്ണ. മൂന്ന് ദിവസം അവിടെ ഫുൾ പരിപാടിയായിട്ട്